തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഒന്നിച്ച് നമുക്ക് ചിന്തിക്കാൻ ദൈവം തരുന്ന അനുകൂല സാഹചര്യങ്ങൾക്കായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിങ്ങളുടെ നടുവിലായിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന, ജീവിതത്തിൽ നമുക്ക് ശക്തി നൽകുന്ന, ബലം നൽകുന്ന ദൈവവചനം കേട്ട് അനുഗ്രഹിക്കപ്പെടാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആരംഭിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവം ശ്രദ്ധിക്കുന്ന എപ്പേർപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇതാ ഈ വേർഡ് ഇൻ പവർ എന്ന ഈ ശുശ്രൂഷ പവർ വിഷനെ കൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നാളുകളായിട്ട് സ്ഥിരമായി ശ്രദ്ധിക്കുന്നവരുണ്ട്, അനേകരെ വചനം കേട്ട് വിളിക്കുന്നു. എല്ലാവർക്കും ആയുസ്തം, എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മൾ എത്തിക്കുന്ന അന്ത്യകാലഘട്ടം അനേകർ കർത്താവിൻ്റെ വചനം കേട്ട് വിടുവിക്കപ്പെടാൻ, ദൈവരാജ്യത്തിന് അംശികളായി തീരാൻ, അവകാശികളായി തീരാൻ ഇടയാക്കണമേ എന്നുള്ള ആ പ്രാർത്ഥന നമ്മുടെ വിഷയങ്ങൾ മാത്രമല്ല, നമ്മൾ ഈ ചുറ്റുപാടിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, രാഷ്ട്രങ്ങൾക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കാൻ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുടെ ആവശ്യത്തോടുകൂടെ ഞാനത് പറഞ്ഞ് അവിടെ നിർത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് ഈ മണിക്കൂറുകൾ തുടർന്ന് ദൈവവചനം നാം ധ്യാനിക്കാൻ പോകുക. ദൈവം നമ്മെ സംസാരിക്കാൻ, ദൈവകൃപ ലഭിക്കാൻ ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങൾക്ക് സമയഭേദം കൂടാതെ തിരുസന്നിധിയിൽ അടുത്ത് വരാൻ, ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ, ഞങ്ങൾ സ്തോത്രം ചെയ്യാനൊക്കെ അനുവാദം തരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഈ മണിക്കൂറുകൾ ഞങ്ങൾ പിന്നെയും നിൻ്റെ വചനത്തിൻ്റെ പ്രകാശനം ഞങ്ങൾക്ക് തരേണ്ടതിനായി പ്രാർത്ഥന. വിശിഷ്യ കർത്താവ് നിൻ്റെ വചനവുമായി എളിവൻ നിൽക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്നുകൊണ്ട് അനേകർ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ജീവിത വിഷയങ്ങളിൽ ദൈവം ഇടപെട്ടവർക്ക് ആത്മീയ ഭൗതികമായ മണ്ഡലങ്ങൾ വിടുതലുകളും നന്മകളും ലഭിക്കണം. ജീവിതത്തിൻ്റെ ഒന്നുമില്ലായ്മയുടെ മണ്ഡലങ്ങളെ തിരിച്ചറിഞ്ഞ് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ ദൈവവചന കേൾവിയെ കാരണമായി തീരണേ എന്ന് പ്രാർത്ഥിക്കും. തിരുകൃപയിൽ അടിയനെ നിർത്തണമേ. വചനത്തിൻ്റെ ശക്തിയിൽ ബലപ്പെടുത്തും. സ്വർഗീയ ജ്ഞാനത്തോടെ കൃപയുടെ വലിയ ഒഴുക്ക് തന്ന് സഹായിക്കണം. വചനം ഐശ്വര്യമായി വെളിപ്പെടട്ടെ. സ്വർഗമഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചുകൊണ്ടിരുന്ന ദൈവരാജ്യം എന്നാൽ എന്താ, അല്ലേ? അതെവിടെ, അതിൻ്റെ വിശേഷതകൾ എന്ത്, അത് അല്ലെങ്കിൽ അതെങ്ങനെ പ്രാപിക്കാം എന്നുള്ളതായിരുന്നു നാം ചിന്തിച്ച വിഷയം, അല്ലേ? അതിൻ്റെ തുടർച്ചയായി പിന്നെയും നമ്മളത് കണ്ടിന്യൂ ചെയ്യുകയാണ്. കാരണം ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു വലിയ വലിയ വിഷയമല്ലേ? ആകാശവും ഭൂമിയും അപ്പുറമായിട്ടുള്ള ഒരു വലിയ വിഷയമാണ്. അതുകൊണ്ട് പെട്ടെന്നൊന്നും അത് പറഞ്ഞു നിർത്താനൊക്കത്തില്ല. ദൈവം നമുക്ക് തരുന്ന കൃപയ്ക്കനുസരിച്ച് അത് പറയുവാൻ, വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അതെന്താ അതിൻ്റെ അർത്ഥം? അങ്ങനെയാണെങ്കിൽ അതിനോടുള്ള ബന്ധത്തിൽ വേറൊരു വചനം ഇന്ന് ഇപ്പോൾ വായിക്കാൻ ശ്രമിക്കുക. അത് കർത്താവ് തന്നെ പറഞ്ഞതാണ് കേട്ടോ, ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വാക്യം. എന്താ വാക്യം? എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചിന്തിച്ച് വന്നതോ ആയിട്ടുള്ള തുടർമാനമായ കഥ വിഷയത്തിൽ കർത്താവ് പറഞ്ഞത് തന്നെ പിന്നെയും വരിക. കാരണം ഒന്നോ രണ്ടോ വിഷയമല്ല ഈ ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. വളരെ വിശാലമായ ഒരു വിഷയമായതുകൊണ്ടല്ലേ. അല്പം പേടിക്കേണ്ട ഒരു വാക്യമാണെന്ന് തോന്നുന്നല്ലേ. കാരണം പലരുടെയും ഭക്തിമാർഗത്തെ സ്പർശിക്കുന്ന ഒരു വാക്കായി. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. മനുഷ്യൻ എല്ലാവർക്കും സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരല്ലേ? ആർക്കെങ്കിലും നരകത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല. ഒരു ദൈവത്തിൽ വിശ്വാസമില്ലാത്തവനും വല്ലപ്പോഴും രണ്ട് കരം ഉയർത്തി ദൈവത്തെ വല്ലതുമൊക്കെ പറയുന്നവനും ഉണ്ടോ എന്ന് ചോദിക്കുന്നവനും ജീവിത യാഥാർത്ഥ്യങ്ങളുമായി മുട്ടുമ്പോൾ അതേക്കുറിച്ച് ചിന്തിക്കും.
നരകത്തിൽ പോണ്ട, ചുമ്മാ സ്വർഗത്തിൽ പോവും, അതും ഒരു വിഷയമാണ്. ഹല്ലേലൂയ. എന്തായിരുന്നു കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം? ലളിതമായി പറഞ്ഞ എന്തുവാ നമുക്ക് ചിന്തിക്കണം, എന്താ പറയേണ്ടത്? അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഓരോരുത്തരും അവനവന് ലഭിച്ചിരിക്കുന്ന അറിവ് അനുസരിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കാര്യമുണ്ടോ? ദൈവവചനമല്ലേ വ്യവസ്ഥ. ഇപ്പോൾ ഒരു കൂട്ടര് ആലയത്തിൽ പോന്നു, വിവിധ ക്രിസ്തീയ സമൂഹങ്ങളുണ്ട്, അവരൊക്കെ ആയിരിക്കുന്ന വിവിധ മേഖലകളിലാണ് പോകുന്നു. വളരെ ഭക്തിയോടെ പോകുന്നവരുണ്ട്, എല്ലാ കാര്യങ്ങളും ക്രമമായി ചെയ്യുന്നവരുണ്ട്. ചിലർ നേർച്ച കാഴ്ചകൾ ഇടുന്നു, ചിലർ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നു, ദൈവഭക്തിയോടുള്ള ബന്ധത്തിലാണ്. ചിലർ ദൈവത്തിൻ്റെ നാമം പല പ്രാവശ്യം ഉച്ചരിക്കുന്നു. പ്രവാചകൻ പറഞ്ഞ പോലെ മനഃപ്പാടമാക്കിയ മാനുഷിക കൽപ്പനകൾ ആവർത്തിച്ച് പറയുന്നു. കർത്താവ് പറഞ്ഞു ഇതുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. റിലീജിയസ് വൊക്കാബുലറിയുടെ ഒരു സ്റ്റാൻഡേർഡ് അല്ല ദൈവരാജ്യ വ്യവസ്ഥ. ഇതാണ് മനസ്സിലാക്കേണ്ടത്. മാനുഷികമായ കണക്കൂട്ടലിൽ ചെയ്തെടുക്കുന്നതല്ല ദൈവരാജ്യ വ്യവസ്ഥ. ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയുമ്പോൾ ചിലർ നല്ല ഭക്തിയോടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ആലയത്തിൽ പോകുന്നോ, പള്ളിയിൽ പോകുന്നോ, സഭാകളിൽ പോകുന്നോ, എന്തുമായിക്കൊള്ളട്ടെ, വളരെ ഭക്തിയോട്. പക്ഷെ കർത്താവ് പറയുന്നു ഇതിനേക്കാൾ അപ്പുറത്തൊന്നുകൂടെ ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? വളരെ ശാന്തമായി പരിശോധിക്കണം. ആ മേഖല ഒത്തിരി വിസ്തരിക്കാനുണ്ട്, ഞാൻ കിടക്കുന്നില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ദൈവത്തിന് ഇഷ്ടം ചെയ്യണം. എന്തുവാ ദൈവത്തിന് ഇഷ്ടം? ഇതിനെ തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ 21 നമ്മൾ വായിച്ചത്, വിശുദ്ധ മത്തായി 7:21, 22, 23 വരുമ്പോൾ ഇച്ചിരൂടെ ഗൗരവമായിട്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികളും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട് പറയും, എന്താ പറയും? അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്ത് പറയും. എന്താ കാരണം? ദൈവത്തിന് സ്തോത്രം ചെയ്യാം പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. എന്തോ അർത്ഥം? ദൈവത്തിന്റെ നാമത്തിൽ പല കാര്യങ്ങൾ ചെയ്തു അല്ലേ? കർത്താവ് പറഞ്ഞു നിന്നെ വിട്ടു വയ്ക്കോ, നിന്നെ ഒന്നും എനിക്കറിയത്തില്ല. എന്താ അതിൻ്റെ അർത്ഥം? ഇന്നൊരു കാര്യം മനസ്സിലാക്കണം, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് കൊണ്ട് ദൈവഇഷ്ടമാകത്തില്ല. അത്ഭുതവും അടയാളവും അല്ലേ അന്നോ? അല്ലെങ്കിൽ ഇവർ ഈ കർത്താവ് എന്നെ വിട്ടു പോകുവീനെന്ന് പറഞ്ഞ് ഞങ്ങൾ നിന്റെ നാമത്തിൽ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ കൊള്ളാൻ പറഞ്ഞെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിലല്ലായിരുന്നു ഇതൊക്കെ ചെയ്തത്. അതിന്റെ മറുവശം എന്നാ? ദൈവ ഇഷ്ടത്തിലല്ലാതെയും അത്ഭുതവും അടയാളവും ഒക്കെ ചെയ്യാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. നിശ്ചയമായും ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥകളിൽ അത്ഭുതമുണ്ട്, അടയാളമുണ്ട്. ഇതിനോടൊക്കെ 101% യോജിക്കുന്നവനാണ്, ആ ശുശ്രൂഷ ചെയ്യുന്നവനാണ്. പക്ഷേ അബദ്ധങ്ങളും ഒത്തിരി സംഭവിക്കുന്നൊരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ശ്രദ്ധയുള്ളവരായിരിക്കാൻ ഇതിനിടയ്ക്ക് ചില കാര്യം കൂടെ ഓർപ്പിക്കുക. ശ്രദ്ധിക്കണം, ആത്മാക്കളെ വിവേചിപ്പാൻ കഴിയണം. അതവിടെ നിൽക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. അപ്പൊ അതൊന്നും ദൈവത്തിന്റെ ഇഷ്ടത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ഉള്ളതല്ല, ആയിരുന്നില്ല. ദൈവത്തിന്റെ ഇഷ്ടം തിരിഞ്ഞറിഞ്ഞ് പ്രവർത്തിക്കണം. ബാഹ്യമായ ഭക്തിയിലല്ല, ആന്തരിക ഭക്തിയിൽ. അന്തർഭാഗത്തിലെ സത്യമറിയുന്ന ദൈവത്തിന് മുമ്പിൽ, ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവത്തിന് മുൻപിൽ നിർമ്മല മനസ്സാക്ഷിയോടെ, പൂർണ്ണ ഗൗരവത്തോടെ, വിത്ത് ഓൾ ദ സീരിയസ്നെസ്, അണ്ടർസ്റ്റാൻഡിങ് ദ ഹോളിനെസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വിശുദ്ധി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് കേട്ടോ സ്തോത്രം. അതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്. ശിഷ്യന്മാരെ
ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, കഴിഞ്ഞ എപ്പിസോഡിൽ ഓർമ്മിച്ച മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 7-ാം വാക്യത്തിൽ കർത്താവ് ശിഷ്യന്മാരെ സുവിശേഷം പറഞ്ഞ് നിങ്ങൾ പോയി സുവിശേഷം അറിയിപ്പെന്ന് പറഞ്ഞപ്പോൾ ഈ അത്ഭുതം അടയാളം ചെയ്യാനുള്ള അധികാരവും കൊടുത്താ വിട്ട്. പക്ഷെ ഇവിടെ നമ്മൾ വായിച്ച എങ്ങനെ എന്താ, ഇവിടെ എവിടെയാ പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്? എന്താ സംഭവിച്ചത്? കർത്താവ് അറിയാതെയും കർത്താവ് അയക്കാതെയും ചെയ്യാം. അത്ഭുതം അടയാളമൊക്കെ നടന്നിരിക്കും. ഇത് തിരിച്ചറിയണം. ആത്മാക്കൾ ദൈവത്തിങ്കൽ നിന്നുള്ളതോ അല്ലയോ എന്ന് പരിശോധിക്കുകയും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവ ഇഷ്ടം ചെയ്യണം, ദൈവത്തിന് ഇഷ്ടം. അതിന് കർത്താവെ കൃപ തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. എന്നെ കർത്താവെ കർത്താവെ എന്ന് പറയുന്നവനല്ല. ഞാൻ ഒരു കാര്യം തന്നെ പല പ്രാവശ്യം പറയുന്നുമുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ആ മേഖലയിൽ തെറ്റിദ്ധരിക്കപ്പെടരുതേ. കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറയുക. ദൈവ ഇഷ്ടം തിരിച്ചറിയണം. ദൈവത്തോട് ചോദിച്ചിട്ട് എന്താ ഇഷ്ടം പറയാം. അപ്പോൾ കർത്താവ് എന്താ ദൈവ ഇഷ്ടം എന്ന് പറയാൻ കർത്താവ് തന്നെ പറഞ്ഞൊരു വാക്യം വായിക്കാം. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 28-29. കർത്താവ് ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുമ്പോൾ കർത്താവിൻ്റെ യഹൂദന്മാരെയും ചോദിച്ചു എന്താ പറഞ്ഞറിയാം? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇവരുടെ ഈ യഹൂദന്മാരുടെ ഇടയിൽ ഒരു ചിന്തയുണ്ട്, എന്തെങ്കിലും പ്രവർത്തിച്ച് കർത്താവിനെ പ്രസാദിപ്പിക്കാവുന്ന ഒരു ചിന്തയുള്ളൊരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം വന്നു. കർത്താവ് പറഞ്ഞു, എന്താ പറഞ്ഞതറിയാം അതിനകത്ത്? യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവനെ അയച്ചവനിൽ വിശ്വസിക്കുന്നതാ. കർത്താവിനെ അയച്ചവനെ ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ് ദൈവത്തിനുള്ള പ്രസാദമുള്ള പ്രവൃത്തി. ദൈവത്തിന് സ്തോത്രം. അവൻ അയച്ചവനിൽ, അതായത് ദൈവം അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കണം. എന്ന് വെച്ചാൽ കർത്താവിൽ, യേശു കർത്താവിൽ വിശ്വസിക്കണമെന്നാണ് കേട്ടോ. അതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. ദൈവം വില മുടക്കിയാ തൻ്റെ പുത്രനെ ഈ ലോകത്തോട്ട് അയച്ചു. ആരും കൊടുക്കത്തില്ല. കൊടുക്കുമോ? പോട്ടെ, അവിടെ നിൽക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ അർത്ഥം തന്നെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവേഷ്ടത്തിൻ്റെ ഒന്നാമത്തെ പരിപാടി, പ്രവൃത്തി. ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ് ദൈവ ഇഷ്ടത്തിൻ്റെ. ഇത് യേശു കർത്താവ് വിശ്വസിക്കുക എന്ന് പറയുമ്പം ചരിത്രത്തിലെ നോട്ട് ടു ബിലീവ് ഇൻ ദ ക്രൈസ്റ്റ് ഇൻ ദ ഹിസ്റ്ററി. ഇവിടെ കിട്ടിയോ? ചരിത്ര പുരുഷന്മാർ ഒത്തിരി ഉണ്ട്, ലോക നേതാക്കന്മാർ ഒത്തിരി ഉണ്ട്, ചരിത്രത്തിൽ ജീവിച്ചവർ, യേശുവിന് മുമ്പേ ജീവിച്ചവർ തൊട്ട്, അല്ലേ? അതുപോലെ ചരിത്രത്തിലെ ഒരു ദൈവത്തെ, ഒരു കർത്താവിനെ അറിയാനല്ല, വിശ്വസിക്കാനല്ല. അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. അപ്പൊ എല്ലാവരും വിശ്വസിക്കുന്ന പിശാചും യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് 2:19. പിശാച് ദൈവത്തെ വിശ്വസിക്കുന്നു, വിറയ്ക്കുകയും ചെയ്യുന്നു എന്നാ. അങ്ങനെ ഒരു കേവല വിശ്വാസമല്ല. സംതിങ് മോർ. ഇതിന് അല്പം കൂടെ മുന്നോട്ട് കടന്ന് പറയണം, ചിന്തിക്കണം. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവര്? ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു, വളർന്നു, 33.5 വയസ്സിൽ 3.5 വർഷം ശുശ്രൂഷ ചെയ്ത്, പരശുശ്രൂഷ ചെയ്ത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. അനന്തരം കാൽവറി കുലമരത്തിൽ തകർക്കപ്പെട്ടു. പക്ഷെ അവിടെ ഒതുങ്ങിയില്ല. റോമാ ഗവൺമെന്റ് ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഭൂമിയുടെ വലത്തുഭാഗത്ത് കരേറിപ്പോയി പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനായി ജീവിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ അതുകൊണ്ടാണ് പാടുന്നത്, യേശു ജീവിക്കുന്ന ഇതിനാൽ ഞാനും എന്നേക്കും ജീവിക്കുന്നു. അത് വിശ്വാസമുള്ള ദൈവം തന്നെ പ്രാർത്ഥിക്കാനും പാടാനും കഴിയും. ദൈവത്തിന് മഹത്വം. എന്ന് മാത്രമല്ല, അവൻ അവിടുന്ന് രാജാവായി രണ്ടാമതും വരും. ഇത്രയും ഉണ്ട് സുവിശേഷം. ഇത്രയും വിശ്വസിക്കണം കേട്ടോ. ഇതാണ് ദൈവപുത്രനായ യേശു അവനെ അയച്ചവനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും വിശ്വാസം ഇതിനകത്ത് വരണം. അതാണ് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി. ദൈവമേ കരുണ ചെയ്യണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ആ ഒരു വിശ്വാസത്തിൻ്റെ മേഖലകളിലേക്ക് എത്തിയിട്ടുണ്ടോ? ഈ മണിക്കൂറുകളിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവം ശ്രദ്ധിക്കുന്നവരെ എത്ര നാളുകളായി ഇത് പറയുന്നല്ലേ? എത്ര ദൈവദാസന്മാർ, ദാസിമാർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഈ മഹത്തായ ശുശ്രൂഷ ചെയ്യുന്നു. പക്ഷെ ജനം മുഴുവൻ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ? കേട്ടിട്ടും ഗൗനിക്കാതെ പോകുന്നു. അതുകൊണ്ട് ആ പ്രവാചകൻ ചോദിക്കുന്ന, കടന്നു പോകുന്ന ഏവരുമേ, നിങ്ങൾക്ക് ഇതേതുമില്ലയോ?
നഷ്ടപ്പെട്ടു പോകല്ലേ പ്രിയപ്പെട്ടവരെ, വഞ്ചിക്കപ്പെട്ടു പോകരുതേ. ഡു നോട്ട് ഗെറ്റ് ഡിസീവ്ഡ് ബിക്കോസ് ഓൺലി വൺ ചാൻസ്. ഒരു ചാൻസേ ഉള്ളൂ, അത് നഷ്ടപ്പെടുത്തരുതേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കർത്താവിനെ പരിപൂർണമായി വിശ്വസിച്ച് ഇത്രത്തോളം കാര്യങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ ദൈവ ഇഷ്ടത്തിൻ്റെ ആദ്യത്തെ പ്രവർത്തനം നമ്മിൽ കൂടെ നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവ ഇഷ്ടമെന്ന് പറയുന്നത് തന്നെ വലിയൊരു വിഷയം. ഇതിൻ്റെ ബാക്കിയായിട്ട് പറയാൻ ഒത്തിരി ഉണ്ട്. നമ്മുടെ വിഷയം ദൈവരാജ്യം എന്നുള്ളതായതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിലോട്ട് കടക്കുന്നില്ല. ദൈവ ഇഷ്ടത്തിൻ്റെ വിഷയം ഇതിപ്പോൾ പ്രൈമറിലി ആരംഭമായിട്ട് കർത്താവ് പറഞ്ഞ ആ മേഖലയിൽ ഒരു കാര്യം പറഞ്ഞു വെച്ച് അടുത്തതിലേക്ക് വരാൻ പോയി. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുക. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവം അവൻ അയച്ചവനിൽ വിശ്വസിക്കുന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഒന്നാമത് തീർന്നില്ല. ദൈവരാജ്യ പ്രവേശനം, എൻട്രൻസ് ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-20 വാക്യം. ഇതും കർത്താവ് പറഞ്ഞതാ. എന്തുവാ അതെന്താ വാക്യം അറിയാമോ? കാണാതെ പറയേണ്ട വാക്യങ്ങളൊക്കെ അതിങ്ങനെയാണ്. അതായത്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട്. നീതിയെ കുറിച്ച് അവിടെ പറയുന്നു. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതി. കർത്താവ് എന്താ ഇത് പറയാൻ കാരണം? ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ചിലപ്പോൾ പറയുന്ന വേദപുസ്തകത്തിൽ മനസ്സിലാക്കിയ ഒരു ഈ പരീശഭക്തി. എന്താ ഈ പരീശഭക്തി? മുമ്പ് ഞാൻ പറഞ്ഞു നിർത്തിയ പോലെ ബാഹ്യമായ അന്തരീക്ഷങ്ങളിലുള്ള ഭക്തി, അന്തർഭാഗത്തിലുള്ള ശക്തി അല്ലെ ഭക്തിയല്ല. ദൈവിക പ്രമാണങ്ങളുടെ വഴികൾ ബാഹ്യമായിട്ടൊക്കെ കാണിക്കും. പക്ഷേ യഥാർത്ഥ്യത്തോട് അടുത്ത് വരുമ്പോൾ അവിടെ ഒന്നും അത് നടക്കുന്നില്ല. അതാണ് വിഷയം. അത് തന്നെയല്ല, പരീക്ഷ ഭക്തി എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിൻ്റെ ഭക്തിയല്ലേ? അതെന്താ? ന്യായപ്രമാണം പറയുന്ന പല്ലിന് പകരം കണ്ണിന് പകരം കണ്ണ്. അതാ പ്രതികാരത്തിൻ്റെ അനുഭവം. ഇതാണ് പരീക്ഷ ഭക്തി കേട്ടോ. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഭക്തി എന്നാ? ദൈവപൈതന്റെ ഭക്തി എന്തായിരിക്കണം? തന്നെ ഇഞ്ചിഞ്ചായി ഞുറുക്കി പുറമുഴവുചാല് പോലെ കീറി മുഖത്തെ രോമമെല്ലാം പരിച്ചെടുത്ത് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ ഒടിയിൽ തലയിൽ മുൾക്കിരീടം വെച്ചടിച്ചു. രക്തം ധാരധാരയാ വീഴും. കുരിശിൽ 3 ആണിമേൽ അടിച്ച് കയറ്റി ഉയർത്തി. ഗ്ലോറി. ഗാൽഗൂത്തായുടെ ഉന്നതങ്ങളിൽ പ്രാണനെ വേദന കൊണ്ട് പിടഞ്ഞ് പ്രാണനെ വിടുമ്പോ ഒന്ന് പ്രാർത്ഥിച്ചു. എന്താ? ഇതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ഇതാണ് യേശുക്രിസ്തുവിന്റെ മാർഗം. ഇതാണ് പുതിയ നിയമത്തിന്റെ ഭക്തി, ക്ഷമയുടെ ഭക്തി. തെറ്റ് ചെയ്തവനോട് ക്ഷമിക്കുന്ന ഭക്തി ആണോ? പരീക്ഷഭക്തി അല്ല കേട്ടോ. കർത്താവ് പറഞ്ഞ് 70 വട്ടം ക്ഷമിക്കാൻ ആര് ക്ഷമിക്കും? ക്ഷമ കേട്ടോ. Forgiveness is the biggest quality of a Christian. ഒരു ക്രിസ്ത്യാനിയുടെ, ഒരു ദൈവപൈതന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ക്ഷമിക്കാനുള്ള കഴിവ്. ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവമേ കരുണ ചെയ്യണേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും. പരീക്ഷഭക്തിയിൽ പോയാൽ കാര്യമില്ല കേട്ടോ. ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മേൽ അടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് വിനയപ്പെടാൻ, ക്ഷമിക്കാൻ, വിട്ടുകൊടുക്കാൻ, ചിലപ്പോൾ നഷ്ടപ്പെടേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെയും ദൈവനാമം മഹത്വപ്പെടുന്നതാണെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ മനസ്സുണ്ടാവും. ഒരു വാക്കിന് ക്ഷമിക്കാൻ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഒരു വാക്കുകളല്ലേ പലപ്പോഴും തെറ്റിക്കുന്നു. ക്ഷമിക്കാൻ കഴിയുമോ? അവനെന്നോട് അത് പറഞ്ഞു, അവൾ അതെന്നോടത് പറഞ്ഞു. വിട്ടുകളയാൻ കഴിയാതിരിക്കുന്ന അന്തരീക്ഷങ്ങളൊന്നും മാറണേ. അങ്ങനൊന്ന് ക്ഷമിച്ചു നോക്കിയാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും കേട്ടോ. വലിയ വിടുതൽ ദൈവം നിനക്ക് തരും. അതിനായി പ്രാർത്ഥിക്കണം. അപ്പം കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും
നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതേ ഉള്ളൂ. വിശുദ്ധ ലൂക്കോസിന് ശേഷം 18-ാം അധ്യായത്തിൽ 2 പേര് പ്രാർത്ഥിക്കാൻ പോയ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലേ, വായിച്ചിട്ടില്ലേ? അവിടെ കർത്താവ് ഒരു കാര്യം അതിൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളെ ഓർമ്മിപ്പിക്കുക. എന്താ? ഒരുത്തൻ ചുങ്കക്കാരൻ, ഒരുത്തൻ പരീശൻ എന്ന് 2 പേരും കൂടെ ഇന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് 9 മുതലുള്ള വാക്യം. മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ ഒരു രൂപം പറഞ്ഞത്. 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ പിടിച്ചു പറിക്കാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെ അയ്യോ ഈ ചുങ്കക്കാരന് ഞാൻ അല്ലാതെ നിന്നെ വാഴ്ത്തുന്നു, ആഴ്ച 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു എന്നിങ്ങനെ പ്രാർത്ഥന. ഒത്തിരി ക്വാളിറ്റി പറയും. മറ്റുള്ളവനെ കുറ്റം പറഞ്ഞുള്ള പ്രാർത്ഥന ഒന്നാമത്. 2ാമത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതിൻ്റെ വലിയ കണക്ക്. ആഴ്ച 2 വട്ടം ഉപവസിക്കും, നേടുന്നതിലൊക്കെ പതാരം കൊടുക്കും. എന്നുവെച്ചാൽ പതാരം ടൈറ്റാണ്, ദശാംശം. ഇതിനെക്കുറിച്ചൊക്കെ വിശാലമായി പറയുക. പ്രാർത്ഥനയുടെ ഒടുവിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ദൈവം കേട്ടില്ല. അപ്പൊ ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കാനുള്ളത്? ഓടിച്ച് പറയട്ടെ, എന്താണ് പ്രിയപ്പെട്ടവരെ? 10-1 കൊടുക്കുന്നതിനെ കണക്ക് പറയുന്നു. അപ്പൊ പഴയ നിയമത്തിന്റെ ഭക്തിയാണ് ഈ 10-1. ആ നീതിയെ കഴിയണം. പുതിയ നിയമത്തിൽ വരുമ്പോൾ ദൈവപൈതരെ ഓർക്കണേ, ദ മാക്സിമം എക്സ്പെക്റ്റഡ് ഓഫ് ആൻ ഓൾഡ് ടെസ്റ്റ്മെന്റ് ബിലീവർ വാസ് 110. പഴയ നിയമത്തിൽ മാക്സിമം കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ വെച്ചിരുന്ന 10-1. പുതിയ നിയമത്തിൽ മിനിമം എങ്കിലും 10-1 ദൈവത്തിന്റെ കാര്യങ്ങൾ കൊടുക്കാൻ മനസ്സ് വയ്ക്കണം. അത് കവിയണം. പരീക്ഷണ നീതി കവിയണം. അതും ദൈവരാജ്യം പ്രവേശിക്കുന്ന എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഇവിടെ ഈ ബാങ്കുകാരന് ആളും അർത്ഥവുമില്ലാതെ കുറെ കണക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വിസ്തരിക്കുന്നില്ല. അവരവർ ചിന്തിക്കട്ടെ. കഴിവുള്ളിടത്തോളം ദൈവരാജ്യ വർധനവിന് വേണ്ടി ചെലവഴിക്കാൻ ഇടയാകട്ടെ. നിന്റെ അടുക്ക വരുന്ന പാവപ്പെട്ടവന് നേരെ കണ്ണടയ്ക്കാതെ അവനെ സഹായിക്കാൻ കഴിയട്ടെ. ഇതൊക്കെ ദൈവം അംഗീകരിക്കും. അത് അടുത്ത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. വിസ്തരിക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഒറ്റ വാക്ക് പറയട്ടെ. God doesn't want us to be religious but to be spiritual. മതഭക്തരായി ജീവിക്കാനല്ല ദൈവം ആഗ്രഹിക്കും, ആത്മീയരായി ജീവിക്കണം. ആത്മീയ വ്യവസ്ഥകൾ ദൈവമേ കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ പേര് കിട്ടുന്നിടത്ത് ഒക്കെ ബെല്ലം കൊടുക്കാനും ഒക്കെ കാണിക്കാനും ഇതൊന്നും ദൈവം അംഗീകരിക്കത്തില്ല. പരീക്ഷന്റെ നീതി കവിയട്ടെ എങ്കിലേ സ്വർഗരാജ്യത്തിൽ കടക്കും. വേറെ ഒരു കാര്യം വായിക്കട്ടെ. അപ്പം മത്തായിയുടെ സുവിശേഷം 25-34 വരുമ്പോൾ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ. എന്താ രേഖപ്പെടുത്തിയിരിക്കുന്ന? ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ എളിയവരെ എന്ന് കർത്താവ് പറഞ്ഞ വാക്യമാണ് കേട്ടോ. എളിയവനെ സഹായിക്കുന്നതിനെ അഭിനന്ദിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞ ഒരു വചനമാണിത് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ ദൈവം എന്തോ കാരണം നിങ്ങൾ ഞാൻ ഭക്ഷണമില്ലാതിരുന്നു, ഭക്ഷ്യമാണെന്ന്, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വണ്ടി നഗ്നനായിരുന്നു, നിങ്ങൾ ഒടിപ്പിച്ചു എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം ചോദിച്ചു, നീ എപ്പോഴാണ് ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന്. കർത്താവ് പറഞ്ഞു, ഈ എളിയവരിൽ ഒരുവന് ചെയ്തത് നീ എങ്ങനെ എനിക്ക് ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അതിപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ബാക്കിയായിട്ട് പറയുക കേട്ടോ. പാവപ്പെട്ടവനെ, ഒന്നുമില്ലാത്തവനെ, ആരുമില്ലാത്തവനെ സഹായിക്കുന്നതൊക്കെ ദൈവസന്നിധിയിൽ അംഗീകരിക്കും. അതും സ്വർഗരാജ്യ വ്യവസ്ഥകളിൽ നിനക്ക് ദൈവരാജ്യത്തിൻ്റെ പ്രവേശനത്തിൻ്റെ മണ്ഡലങ്ങളിൽ പ്രതിഫലം തരുന്നതാണ്. എൻട്രൻസ് ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. അങ്ങനെയാണ് കർത്താവേ എന്നോട് കരുണ ചെയ്യണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ഈ മണിക്കൂറുകളിൽ എത്ര പേർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയാൻ കഴിയും? ഹല്ലേലൂയ. ആമേൻ. കർത്താവേ നീ ചെയ്യുന്നതിനൊക്കെ പ്രതിഫലം തരുന്നൊരു ദൈവം, രഹസ്യത്തിൽ കാണുന്ന പിതാവ്. ആമേൻ. പ്രതിഫലം തരാൻ കഴിവുള്ള ദൈവമാ കർത്താവേ. അതുകൊണ്ട് ആ മേഖലയിൽ ഞങ്ങളെ സഹായിക്കണമേ, അതിനുള്ള മനസ്സ് തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചെറിയവരിൽ ഒരുവന് ചെയ്തത്. ആ വാക്ക് മറക്കല് കേട്ടോ. ഈ എളിയവരിൽ ഒരുവന് ചെയ്തത് എനിക്ക് ചെയ്ത കർത്താവ് കാണും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ മേഖലയിലും ഒരു വിടുതലുണ്ടാകട്ടെ, ഒരു വ്യത്യാസം ഉണ്ടാകട്ടെ. സ്വർഗരാജ്യ വ്യവസ്ഥകളിൽ നിത്യനായ ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആധാരബിന്ദങ്ങളിൽ മുട്ടം ചെയ്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹീതമായ അന്തരീക്ഷ ജീവിതത്തിൻ്റെ നാളുകൾ ധന്യമായി തീരാൻ ഈ ഭൂമിയിലും വരുവാനുള്ളതിൽ നിത്യതയുടെ പ്രകാശവും അനുഭവിച്ച് ജീവിപ്പാൻ കർത്താവേ ഈ ഭൂമിയിലെ ജീവിതം പരീക്ഷന്മാരുടെ നീതിയെ കവിയുന്നൊരു നീതിയും ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ കർത്താവേ എന്ന് മാത്രം വിളിച്ച് ആമേൻ ആദരചർവണം കൊണ്ട് മാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാനല്ല, അന്തർഭാഗത്തിലെ സത്യമറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ആമേൻ പരിണമൂലമായി വിനയപ്പെട്ട ദൈവം പ്രസാദം ലഭിപ്പാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും.
ആ ഉറപ്പുള്ളവർക്കായി സ്തോത്രം ചെയ്യുമ്പോൾ, അല്ലാത്തവർ ഒരു നിമിഷം പ്രാർത്ഥിക്കുമോ? ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ ഈ മണിക്കൂറുകളിൽ ഞങ്ങൾക്ക് തരുന്ന നല്ല വചനങ്ങൾക്കായി സ്തോത്രം. സ്വർഗരാജ്യം എന്ന് പറയുന്നത് കേവലം ഒരു വാക്കല്ലല്ലോ, അതൊരു അനുഭവമാണല്ലോ. അത് നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ദൈവമേ ഈ മണിക്കൂറുകൾ നീ ഓർമ്മിപ്പിക്കുന്ന ദൈവകൃപയ്ക്കായി. ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ദൈവം ശ്രദ്ധിക്കുന്നവരെ താവേ സ്തോത്രം. ദൈവമേ, കേവലം മതഭക്തി കൊണ്ട് മാത്രം ജീവിച്ച്, ഹല്ലേലൂയ, ഞായറാഴ്ച ഭക്തി കൊണ്ട് മാത്രം ജീവിച്ച് അവസാനിക്കാനല്ല, ആമേൻ, യഥാർത്ഥമായി ദൈവത്തെ, ഹല്ലേലൂയ, കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച്, ആമേൻ, നന്മയുടെ അനുഭവങ്ങളിൽ കർത്താവേ സ്തോത്രം, പരീക്ഷൻ്റെയും ന്യായമൊക്കെ നീതിയെ കവിയുന്ന നീതിയിൽ പ്രവർത്തിച്ച് പാവങ്ങളെ സഹായിക്കുക. നന്മയുടെയും കരുണയുടെയും അനുഭവങ്ങളിൽ മുന്നോട്ട് നടക്കാൻ ദൈവം ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണം. ജീവിതഭാരങ്ങളിൽ വേദനിക്കുന്നവരോട് കരുണ കാണിക്കണം. തിരുനാമം മഹത്വപ്പെടണം. എല്ലാം അങ്ങ് മഹത്വത്തിനായി തീരണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.